Hey guys, welcome back. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലാണ്. എങ്ങനെ സാഡായിട്ടുള്ള മൂമെൻറ്റ്സിൽ നിങ്ങൾക്ക് ഹാപ്പി ആക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ബട്ട് ബിഫോർ വി കണ്ടിന്യൂ, ഈ കാണുന്ന ചാനൽ ഡു ഇറ്റ് യുവർ സെൽഫ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇതൊരു പുതിയ ചാനലായതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക. സോ വിത്തൗട്ട് എനി ഫർദർ അഡു, ലെറ്റ്സ് ബിഗിൻ. ഒരു പ്രൊഫസർ ഒരു ക്ലാസ് റൂമിൽ വലിയൊരു സർപ്രൈസ് ടെസ്റ്റ് നടത്തി. അപ്പോൾ സ്റ്റുഡൻസ് നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ടിരുന്നു. ആ പ്രൊഫസർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ആക്കി. അപ്പോൾ ആ പ്രൊഫസർ പറഞ്ഞു, 5 മിനിറ്റിൽ എനിക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയിരിക്കണം. അപ്പോൾ സ്റ്റുഡൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി റെഡിയായി. അവർ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി. ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയപ്പോൾ അവർ കണ്ടത് ഒരു ചെറിയൊരു ബ്ലാക്ക് ഡോട്ടാണ്. ചെറിയൊരു ബ്ലാക്ക് ഡോട്ട്. ബാക്കി എല്ലാ ഭാഗങ്ങളും ബ്ലാങ്ക് ആയിരുന്നു. ആ ഒരു ചെറിയൊരു ഡോട്ട് മാത്രമാണ് അവർ കണ്ടത്. അപ്പോൾ സ്റ്റുഡൻസ് ഈ പ്രൊഫസറിൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. എന്ത് ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഇതെന്താണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നൊക്കെ കുറേ ഡൗട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രൊഫസറിൻ്റെ ആൻസർ ഇതായിരുന്നു, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കിട്ടിയിരിക്കണം. അപ്പോൾ ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഈ ബ്ലാക്ക് ഡോട്ടിൻ്റെ മെഷർമെൻറ്റ്, ഈ ബ്ലാക്ക് ഡോട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ മെഷർമെൻറ്റൊക്കെ എഴുതാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ സൈസ് എക്സെട്ര അങ്ങനെ എഴുതാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അവസാനം ഈ പ്രൊഫസർക്ക് ഈ പേപ്പേഴ്സ് എല്ലാം അവരുടെ ഉത്തരങ്ങൾ എഴുതിയിട്ട് അവർ സബ്മിറ്റ് ആക്കി. പ്രൊഫസർ എല്ലാവരുടെയും പേപ്പർ പരിശോധിച്ചപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഈ ബ്ലാക്ക് ഡോട്ടിനെ മാത്രം മെൻഷൻ ചെയ്ത് എഴുതിയതാണ്. മെഷർമെൻറ്റ്, അതിൻ്റെ സൈസ്, അതിൻ്റെ ലൊക്കേഷൻ എക്സെട്ര എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊഫസർ ഇതെല്ലാം എക്സാമിൻ ചെയ്തിട്ട് ആൻസർ പറഞ്ഞു കൊടുത്തു. എന്തായിരുന്നു ആൻസർ? ഞാൻ നിങ്ങളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും ആ ബ്ലാക്ക് ഡോട്ട് മാത്രം നോക്കി അതിൻ്റെ സൈസും അതിൻ്റെ ലൊക്കേഷനൊക്കെ എവിടെയാണെന്ന് അതിനെപ്പറ്റി മാത്രം വിശദീകരിക്കാൻ തുടങ്ങി. പക്ഷേ നിങ്ങൾ ആ വെള്ള കടലാസിൽ വെള്ള ഭാഗങ്ങൾ നോക്കി മാത്രം നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. വെള്ള ഭാഗങ്ങൾ മാത്രം ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ആ ബ്ലാക്ക് ഡോട്ടിനെ മാത്രമാണ് നിങ്ങൾ എല്ലാവരും ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതാണ് വെള്ളക്കടലാസ്, ഇതാണ് ആ ബ്ലാക്ക് പോയിൻ്റ്. ആ കുട്ടികൾ എഴുതിയത് ഈ ബ്ലാക്ക് പോയിൻറ്റിനെ പറ്റി മാത്രമാണ്. ഈ വെള്ള ഭാഗങ്ങൾ മാത്രം അവർ ഡിസ്ക്രൈബ് ചെയ്തില്ല എന്നാണ് നമ്മൾ കഥയിൽ കേട്ടത്. അപ്പോൾ നമുക്ക് കുറേ ടെൻഷൻസും സാഡ് മൊമെൻറ്റ്സും കുറേ റെസ്പോൺസിബിലിറ്റീസും കാണും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. അതിന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. അതിന് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ അയ്യോ എല്ലാം പോയല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ആ ഒരു ചെറിയ ഡോട്ടിന്, ആ ഒരു ചെറിയ ഇതുപോലത്തെ ഒരു ഡോട്ടിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ സങ്കടപ്പെടാതിരിക്കുക, നിരാശപ്പെടാതിരിക്കുക. അതാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്തൊക്കെയുണ്ട്? നമുക്ക് ഈ വെള്ളക്കടലാസുണ്ട്, ഇതാണ് നമ്മളെ ലൈഫ്. ഈ വെള്ളക്കടലാസാണ് നമ്മുടെ ലൈഫ്. ഇതിൽ ഈ വെള്ള പോയിൻറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ്, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ്, എക്സ്പ്ലോർ ചെയ്യാനുള്ള ആ ഒരു പെർസെൻറ്റേജാണ് ഈ 99%. അപ്പോൾ ഈ 1%-ൽ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ഇങ്ങനെ അങ്ങ് ടൈം സ്പെൻഡ് ചെയ്താൽ പിന്നെ നമ്മുടെ ജീവിതം ഫുള്ളും അങ്ങ് തീർന്നു പോകും. ഈ വെള്ളക്കടലാസ് കീറിക്കളഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ലൈഫായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ പാട്ട് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട്, ബാക്കിയുള്ളവർ കേൾക്കുന്ന പാട്ടല്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് വെക്കുക. അത് നിങ്ങൾ കേൾക്കുക. കുറച്ച് നേരം റിലാക്സ് ആവുക. അങ്ങനെ പതുക്കെ റിലാക്സേഷൻ കൊണ്ടുവരിക. അതാണ് നമ്മൾ ടെക്നിക്ക്. മ്യൂസിക്കിനാണ് നമ്മളെ സ്ട്രെസ് റിലീവ് ആണ് മെഡിസിൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക സാഡ് മൊമെൻറ്റ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ കണ്ടൻറ്റ്. ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടേക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയേക്കുക.